ഹലോ. അങ്ങനെ നമ്മുടെ വീട് പണിയുടെ രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് സെറ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചു ഈ ഫീൽഡ് ആയതുകൊണ്ടും സച്ചു ഒരു ടെക്നിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ടും പുള്ളിക്കാരൻ തന്നെയാണ് ഈ സെറ്റ് ഔട്ടിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് സെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഇക്കയാണ് ദാ പോകുന്ന വെള്ളമുണ്ട്. ആ ഇക്കയുടെ നിർബന്ധപ്രകാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സെറ്റ് ഔട്ട് നടന്നത്. പിന്നെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ അനന്തവും നമ്മുടെ ഭായിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു. ഒരുപാട് സന്തോഷം, ദൈവത്തിനോട് ഒരുപാട് നന്ദിയൊക്കെ ഇപ്പോഴും ഈ നിമിഷവും പറയുകയാണ്. പിന്നെ മാനിഫെസ്റ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വീടിൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം അത് നേടണം അല്ലെങ്കിൽ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ അത് വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, പിന്നീട് ഓരോരോ വാതിൽ നമുക്ക് മുന്നിൽ തുറക്കുമായിരുന്നു. സാഹചര്യങ്ങളുടെ ലോകം നമുക്ക് മുന്നിൽ തുറന്നു വന്നു. ഇപ്പോൾ സെറ്റ് ഔട്ട് വരെ എത്തി നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പെരമാർപ്പിന് ശേഷം മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. നമ്മുടെ പെരമണിയുടെ ഓരോ ഘട്ടങ്ങളും ഇതുപോലെ ഞാൻ പകർത്തി വയ്ക്കും. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക വീട് പണിക്ക് ശേഷം മാത്രമായിരിക്കുള്ളൂ. പിന്നെ ഇതാണ് പൂച്ചപ്പഴം. അപ്പോൾ ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ അയലന്തരത്തെ സജീവൻ ചേട്ടനാണ് എനിക്കിത് കൊണ്ടുതന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറിയൊരു ചാമ്പയുടെ ടേസ്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഒരു മധുരവും ഒരു ചവർപ്പും കൂടിയിട്ടുള്ളൊരു രുചിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊന്നും ഇപ്പോൾ കിട്ടാനുമില്ല, കാണാനുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൂച്ചപ്പഴം കിട്ടുമെന്നും പാണൽപ്പഴം കിട്ടുമെന്നൊക്കെ. പക്ഷേ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിതിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായത്. പിന്നെ അവിടെ തന്നെ അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നിൽക്കുന്നു എന്ന് സജീവൻ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. നോക്കണം നമുക്ക്. പിന്നെ ഇതിൻ്റെ കുരു ഇതുപോലെ ഇരിക്കും.